നമസ്കാരം. എല്ലാവർക്കും കൊച്ചിൻ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ വാർത്തകളൊക്കെ എല്ലാവരും ചാനൽ ഫോളോ ചെയ്യുക. നമ്മുടെ ഇന്നത്തെ വിഷയം കേരള രാഷ്ട്രീയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില സംഭവങ്ങളാണ്. നമ്മൾ കാണുന്ന ചില വാർത്തകളും അതായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളുമാണ്. അതിൽ പ്രധാനമായിട്ടും അൻവർ എന്ന വ്യക്തിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. LDFന്റെ ഭാഗമായി നിന്ന് MLA ആയ അദ്ദേഹം ഈ അടുത്ത കാലത്ത് LDFിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ് അന്ധമായിട്ടുള്ള ഇടതുപക്ഷ വിരോധവും മുഖ്യമന്ത്രിയോടുള്ള വിരോധവും കൊണ്ട് അദ്ദേഹം കെട്ടിപ്പൊക്കിയ ചുറ്റുകൊട്ടാരങ്ങളെല്ലാം തകർന്നു വീഴുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഒരു വ്യക്തി LDF വിട്ട് കഴിഞ്ഞാൽ എത്രത്തോളം തരം താഴ്ന്നൊരു ഉദാഹരണമാണ് PC ജോർജും അൻവറും. PC ജോർജും ഇതുപോലെയായിരുന്നു. ഒരു കാലഘട്ടത്തിൽ കേരള രാഷ്ട്രീയത്തിലെ ഗതിവിധികൾ തീരുമാനിച്ച വ്യക്തിയും അദ്ദേഹത്തിന്റെ വാക്കിനും പ്രവർത്തിക്കും ഒരു നിലയും വിലയിട്ട കാലം ഉണ്ടായിരുന്നു. അതും അൻവറെ പോലെ തന്നെ ഒരു സുപ്രഭാതത്തിൽ LDF വിട്ട് CPM-നെയും LDF-നെയും അതിന് നേതാക്കന്മാരെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന് തുടക്കം. അന്ന് അദ്ദേഹത്തെ സ്വീകരിക്കാനും ബാധ്യപ്പാടാനും ഒരുപാട് മാധ്യമങ്ങളും കോൺഗ്രസിലെ ആൾക്കാരും ഉണ്ടായി. അതുപോലെ തന്നെയായിരുന്നു അൻവറിന്റെ കാര്യത്തിലും. പങ്കെടുക്കുന്ന പൊതുയോഗങ്ങളുടെ എണ്ണത്തെ നോക്കിയും നേരം വെളുത്ത ഏഷ്യാനെറ്റും മനോരമ ചാനലും മീഡിയ വണ്ണും മാതൃഭൂമി ചാനലൊക്കെ രാവിലെ 5 മണിക്ക് തന്നെ അൻവറിന്റെ വീണ്ടും ചെല്ലും. സാറിന്റെ പരിപാടി എവിടെയാണ്, ഇപ്പം എങ്ങനെ പോണേ, അത് ലൈവായിട്ട് അൻവർ വീട്ടിലിറങ്ങി അൻവർ കരുവാരക്കൊണ്ട് രക്ഷാമൊക്കെ ചെയ്യുന്നു. അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ വാർത്തകൾ ശേഖരിച്ചുകൊണ്ട് ഇല്ലാത്ത സംഭവങ്ങൾ പെരുപ്പിച്ച് കാണിച്ച് അദ്ദേഹത്തെ എന്തോ വലിയ സംഭവമാക്കി മാറ്റി. ഈ സംഭവങ്ങളെല്ലാം ഇന്ന് പൊട്ടിത്തെറിച്ച് ഓരോ കോൺഗ്രസ് നേതാക്കന്മാരുടെ മുമ്പിലും ചെണ്ണം തിരികുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. കോൺഗ്രസിന് വേണ്ട, UDF-നും വേണ്ട, ലീഗിനും വേണ്ട, ഇവരൊക്കെ വീട് കയറി കിട്ടും. അതിനൊന്നും യാതൊരു ഫലം കാണാതെ നനഞ്ഞിരിക്കുന്ന ഒരു പ്രേതമായിട്ട് അൻവർ മാറി നിൽക്കുകയാണ്. അതുപോലെ തന്നെ നിലമ്പൂര് ഇലക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അവിടെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിച്ച് UDF-ന്റെ ആര്യാടൻ ഷൗക്കത്തും ഇടതുപക്ഷത്തിന്റെ M സ്വരാജും കടത്തിറങ്ങി കഴിഞ്ഞു. ഒരു കാര്യം തീർച്ചയാണ്, കേരള രാഷ്ട്രീയത്തിൽ സത്യസന്ധമായി രാഷ്ട്രീയപ്രവർത്തനം നടത്തുകയും മതേതരത്തിന് വേണ്ടിയും ജനാധിപത്യത്തിന് വേണ്ടിയും ശബ്ദിക്കുകയും ചെയ്യുന്ന ആത്മാർത്ഥതയുള്ള, സത്യസന്ധതയുള്ള, ചങ്കുറ്റമുള്ള ഒരു നേതാവാണ് M സ്വരാജ്. അത് കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ PVR അൻവറിനെ പോലെയും ലീഗിനെ പോലെയുള്ള 10 നിലകൾ വന്നാലും നിലമ്പൂർ ഇലക്ഷനിൽ M സ്വരാജ് ജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതൊരൊറ്റ കാരണം മതി. 9 കൊല്ലക്കാലത്തെ LDF-ന്റെ ഭരണം, ആ ഗവൺമെന്റ് നടത്തിയിട്ടുള്ള ജനോപകാരമായ കാര്യങ്ങളും വികസന പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിവുള്ള കാര്യമാണ്. അതുകൊണ്ട് കേരളത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണവും വികസനവും എല്ലാം ലക്ഷ്യമാക്കിക്കൊണ്ട് കേരളീയ സമൂഹം ഒന്നടങ്കം ഇടതുപക്ഷത്തിന്റെ ഒപ്പം നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ആ ഒരു പ്രവർത്തനങ്ങളും മികവുകളും നിലമ്പൂരും ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം.